സർപ്പക്കാവ് സംരക്ഷണ സമിതിക്ക് അംഗമാകാൻ വേണ്ടിയിട്ട് ആരും മെമ്പർഷിപ്പ് അടയ്ക്കുവോ അല്ലെങ്കിൽ മാസവരി കിട്ടുവോ? ഒന്നും വേണ്ട. നിങ്ങളുടെ കുടുംബത്തിലെ സർപ്പക്കാവ് നിങ്ങൾ സംരക്ഷിച്ചാൽ മതി. നമ്മള് അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റിൽ നിന്നും ഒത്തിരി സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകും. സർപ്പക്കാവെന്ന് നമ്മൾ ഒറ്റയടിക്ക് പറയും. പക്ഷെ എന്താണ് സർപ്പക്കാവ്? ഒരു സർപ്പക്കാവിന് സ്വന്തമായിട്ട് ഭൂമിയുണ്ട്. എല്ലാ സർപ്പക്കാവിനും സ്വന്തമായിട്ട് ഭൂമിയുണ്ട്. പക്ഷെ നമ്മുടെ റവന്യൂ രേഖയിൽ ഒരിടത്തും സർപ്പക്കാവെന്നൊരു വാക്കില്ല എന്നുള്ളത്. നമ്മുടെ റവന്യൂ രേഖയിൽ 100 വർഷത്തിന് മുൻപത്തെ ആധാരമെടുത്താലും അതിനുള്ളിൽ സർപ്പക്കാവ് എന്നൊരു വാക്കില്ല. അതെന്താ ഇല്ലാതായത്? നിങ്ങൾ നിങ്ങളുടെ വില്ലേജ് ഓഫീസർക്ക് ഒരു എന്താ പറയുന്നത്, നമ്മളെ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ വെച്ച് നമ്മുടെ വില്ലേജിൽ എത്ര സർപ്പക്കാവുണ്ട്, അവിടെ നിങ്ങൾക്ക് വിവരം ലഭ്യമല്ലെന്നായിരിക്കും മറുപടി കിട്ടുക. നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു അപേക്ഷ വെച്ച് നമ്മുടെ പഞ്ചായത്തിൽ എത്ര സർപ്പക്കാവുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി തരുന്ന മറുപടി അതായിരിക്കും, വിവരം ലഭ്യമല്ല. നിങ്ങളുടെ വാർഡും നിങ്ങളുടെ വാർഡിൽ ഈ വാർഡിൽ എത്ര സർപ്പക്കാവുണ്ടെന്ന് നിങ്ങളെ ചോദിച്ചാൽ ചിലവിടെ ചുരുങ്ങി വന്നേ അപ്പോഴും വിവരം ലഭ്യമല്ലെന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി. സർപ്പക്കാവില്ലേ? ഉണ്ട്. റവന്യൂ രേഖകളിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. മക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നിട്ട് എന്താണ് റേഷൻ കാർഡിൽ പേരില്ലാത്ത എന്ന് ചോദിക്കുന്ന പോലെ. നമുക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റും, ലാളിക്കാൻ പറ്റും, തൊടാൻ പറ്റും, കാണിച്ചു കൊടുക്കാനും പറ്റും. പക്ഷെ റേഷൻ കാർഡിൽ പേരില്ല. തീർന്നില്ലേ? നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ റെക്കോർഡെന്ന് പറയുന്നത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റും SSLC ബുക്കും പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ തന്നെയാണ്. റേഷൻ കാർഡും ഒക്കെ നമ്മുടെ രേഖകളാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ എത്ര കുരിശു തൊട്ടിയുണ്ടെന്ന് നിങ്ങൾ വിവരാവകാശ വിവരപ്രകാരം കൃത്യമായിട്ട് നിങ്ങൾക്ക് നമ്പരും എത്ര കുരിശു തൊട്ടി ജില്ലയിലുണ്ടെന്ന് കിട്ടും. എത്ര ക്ഷേത്രങ്ങളുണ്ടെന്ന് നിങ്ങൾ അപേക്ഷ വെച്ച് നിങ്ങൾക്ക് അതിന്റെ രേഖകൾ കിട്ടും. ഇന്ന സർവേ നമ്പർ ഇന്നിടത്തെല്ലാം ഓരോ ക്ഷേത്രങ്ങളുണ്ട്. എത്ര കുളങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെയും കണക്ക് അപൂർണമാണ്. പക്ഷെ നമ്മളെ ഗൂഗിളില് റോഡ് മാപ്പൊക്കെ ഇട്ട് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പോകുന്ന വഴിക്കുള്ള കലുങ്ങ് സഹിതം അതിനകത്തുണ്ട് ഇല്ലേ? നമ്മൾ പോകുന്ന വഴിക്ക് എത്ര കലുങ്ങുണ്ട്, എവിടെയൊക്കെ ഇടവഴിയുണ്ട്, എവിടെയൊക്കെ തോടുണ്ടെന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമ്മളെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് എന്തിനാ നമ്മുടെ പൈതൃകമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തൊട്ടുണ്ടായി വന്ന സർപ്പക്കാവില്ലാതെയായി ഗവൺമെന്റ് റീസർവേയിൽ ഒഴിവാക്കാം. അതുകൊണ്ട് തന്നെ രേഖയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നശിപ്പിക്കാനും എളുപ്പവും. അതാണ് ഇതിന്റെ അടിസ്ഥാനം. അച്ഛനും അമ്മ ആരാണെന്ന് അറിയത്തില്ലാത്ത കൊച്ചിനെ ആർക്കും വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് പറയുന്ന സ്ഥിതിയാണ്. നമ്മള് സർപ്പക്കാവ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഭൂമിയുണ്ട്. അതിന് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് റവന്യൂ രേഖകളിൽ സർപ്പക്കാവ് ഉൾപ്പെടണം എന്നുള്ളത് നമ്മുടെ പ്രധാന ഒരു ആവശ്യങ്ങളാണ്. നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട അതാണ്. ഓരോ സർപ്പക്കാവും അത് അവരുടെ നിലവിൽ എത്ര 50 കൊല്ലം മുമ്പ് അരേക്കർ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും വെട്ടിപ്പിടിച്ചു. ഇപ്പൊ ഞങ്ങൾക്ക് 5 സെന്റേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളാർക്കും വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകരുത്. കാരണം വഴക്കുണ്ടാക്കുന്ന മുഴുവൻ ബന്ധുജനങ്ങളോടായിരിക്കും. അതുണ്ടായിരുന്നു കുരുക്ഷേത്രത്തിൽ നടന്ന പോലെ ആയിരിക്കും. പിന്നത്തെ യുദ്ധം നടന്നത് ബന്ധുക്കൾ തമ്മിലാണ്. നിലവിൽ എത്ര സർപ്പക്കാവുണ്ട്, അതിന് ഓരോ സ്ഥലത്തും എത്ര സെന്റ് ഭൂമിയുണ്ട്, ഇതിന് കൃത്യമായ കണക്കുണ്ട്. നമ്മള് കേരളത്തിൽ അങ്ങനെ പാറശാല മുതൽ നീലേശ്വരം വരെ എടുത്തു കഴിഞ്ഞാൽ 3000-ഓളം സർപ്പക്കാവ് ഉണ്ടെന്നാണ് കൃത്യമായ കണക്കർത്ഥമില്ല. മാറ്റി ഇതൊക്കെ വേറെ ഉണ്ട്. അതുകൂടെ 3000-ഓളം സർപ്പക്കാവുകൾ ഉണ്ടെന്നാണ്. ഇപ്പൊ ഇരിങ്ങോൾ കാവ് എന്ന് പറയുന്ന ഒരു കാവുണ്ട്, പെരുമ്പാവൂരാണ്, 40 ഏക്കർ. എറണാകുളത്ത് കാക്കനാട് റബ്ബർ ബോർഡ് കമ്മീഷണറായിരുന്ന രാമേന്ദ്ര സാറിന്റെ ഒക്കെ കുടുംബത്തിന് ഒരു സർപ്പക്കാവുണ്ട്, 2.5 ഏക്കറുണ്ട്. ഇങ്ങനെ പല വലിപ്പത്തിൽ പലയിടത്തും കിടപ്പുണ്ട്. നമ്മൾ ആവറേജ് ആയിട്ട് ഒരു 25 സെന്റ് നിർത്തിയ ഒരു സർപ്പക്കാവിന് അതിന് 3000 കൊണ്ട് കുടിച്ച് അത്രയും സ്വാഭാവിക വനമാണ് നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വനം പരിസ്ഥിതി വകുപ്പിനും ഇതിനകത്ത് അഭേദ്യമായ ബന്ധമുണ്ട്.
അത് നമ്മൾ മൊത്തത്തിൽ കണക്ക് കൂട്ടിയാൽ ഏക്കർ കണക്കിന് വരും. എത്ര ഹെക്ടർ വരുമെന്നറിയോ? അത്രയും ഭൂമിയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. ഇത് ഒരു കൂട്ടായ്മയാണ്. 3000-ഓളം സർപ്പക്കാവുകളും ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് സ്വാഭാവിക വനം നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ കണ്ടോ, സർപ്പക്കാവിന് റവന്യൂ വകുപ്പുമായിട്ട് ബന്ധമുണ്ട്, വനം പരിസ്ഥിതിയായിട്ട് ബന്ധമുണ്ട്. ഇനി ഒരു വൃക്ഷം, അതായത് ഒരു പ്രായപൂർത്തിയായ വൃക്ഷം എന്ന് കണക്ക് കൂട്ടുന്നത് 60 ഇഞ്ച് വണ്ണമുള്ള ഒരു വൃക്ഷമാണ്. 10 പേർക്കുള്ള പ്രാണവായു നൽകുന്ന ഒരു വൃക്ഷം. അതാണ് അതിന്റെ ശാസ്ത്രീയമായ അടിസ്ഥാനം. വേറൊന്നും ഇനി കേട്ടോ, എത്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് വനം പരിസ്ഥിതി വകുപ്പ് വന്നു. സർപ്പക്കാവിലിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ പുരാവസ്തുക്കളാണ്. പുരാവസ്തു വിഗ്രഹങ്ങളാണ് നമ്മൾ ഈ സർപ്പക്കാവിൽ കാണുന്നത്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് പ്രതീക്ഷിച്ച ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കൊണ്ടുവരുന്ന പുതിയ പുതിയ വിഗ്രഹങ്ങളല്ല. ഇപ്പൊ ജ്യോത്സ്യന്മാർ പറഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം സർപ്പക്കാവ് പുതുതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മളിങ്ങോട്ട് സംരക്ഷിച്ചു വരുന്ന സർപ്പക്കാവിലിരിക്കുന്ന വിഗ്രഹങ്ങൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ്. അത്രയും ചിരപുരാതനമായ വിഗ്രഹമാണ് നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ഒന്നുമല്ല സംരക്ഷിക്കുന്നത്. നമ്മൾ അഭിഷേകമൊക്കെ ചെയ്ത്, പാലഭിഷേകമൊക്കെ ചെയ്ത്, കുളിപ്പിച്ച്, പായലൊന്നും പറ്റാതെ ആദ്യം മനോഹരമായിട്ടാണ് നമ്മള് 4 വരെ ഇടിച്ച് അണിയിച്ചൊരുക്കിയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. അല്ലാതെ പുരാവസ്തു വകുപ്പ് അവരുടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പോലെയാണോ? കൊണ്ട വെച്ച അന്നത്തെ പായൽ ഇന്നും ആ വിഗ്രഹത്തിലൊക്കെ ഉണ്ടാവും. നമ്മൾ മനോഹരമായിട്ട് സംരക്ഷിച്ചു വരുക. അതുകൊണ്ട് പുരാവസ്തു വകുപ്പിനും ഇതിനകത്ത് അഭേദ്യമായ ബന്ധമുണ്ട്. പുരാവസ്തു വകുപ്പിന്റെ വിഗ്രഹങ്ങളാണ്, പക്ഷെ പുരാവസ്തു വകുപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ സംരക്ഷിക്കാൻ പുരാവസ്തു വകുപ്പിൽ നിന്നും സർപ്പക്കാവുള്ള കുടുംബങ്ങൾക്ക് ധനസഹായം ഉണ്ടാകണം എന്ന് നമുക്ക് അടുത്ത ഒരാവശ്യമുണ്ട്. കാരണം നമ്മൾ സംരക്ഷിക്കുന്ന പുരാവസ്തുക്കളായ വിഗ്രഹങ്ങളാണ്. ഈ പുരാവസ്തു വിഗ്രഹങ്ങള് നമ്മളാണ് സംരക്ഷിക്കുന്ന, വകുപ്പല്ല. നമ്മൾ നമ്മുടെ കുടുംബത്തിലെ സർപ്പക്കാവിൽ വെച്ച് മനോഹരമായിട്ട് കുളിച്ചൊരുക്കി അഭിഷേകമൊക്കെ ചെയ്ത് പൂജയൊക്കെ ചെയ്ത് ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി സംരക്ഷിക്കുകയാണ്. ഇതവിടെ ചുമ്മാ കയറിയിരിക്കുമോ? ഈ പുരാവസ്തു വിഗ്രഹങ്ങൾ അവിടെ ചുമ്മാ അടിക്കറിയിരുന്നല്ലോ, അതൊരു പീഠത്തേലാണ് ഇരിക്കുന്നത്. കാലാകാലങ്ങളിൽ ഈ പീഠമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോകുമ്പോ അത് പുനർനിർമ്മിക്കാനുള്ള ഫണ്ട് പുരാവസ്തു വകുപ്പ് നമുക്ക് തരണം എന്ന് നമ്മുടെ ആവശ്യമാണ്. ഇത് കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതിക്കല്ല കിട്ടണ്ടേ. ഒരു സമിതിക്കും ഒരു പരിസ്ഥിതി സംഘടനകൾക്കും കൊടുക്കരുത്, നിങ്ങൾക്ക് കിട്ടണം. ഓരോ പഞ്ചായത്തിലുള്ള സർപ്പക്കാവുള്ള ഓരോ കുടുംബത്തിനും കിട്ടണം ഈ ധനം. അല്ലാതെ ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരോ സമുദായ സംഘടനകളോ ആരും കൊണ്ടുപോകരുത്. നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുണ്ട്, പ്രശസ്തമായ വരുമാനമുള്ള നാഗരാജ ക്ഷേത്രങ്ങൾക്കല്ല നിങ്ങൾ ഇത് കൊടുക്കേണ്ടത്. സർപ്പക്കാവിന് ഫണ്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് താന്നും പറഞ്ഞ് വരുമാനമുള്ളവരെല്ലാം മേടിച്ചുകൊണ്ട് പോകരുത്. നമ്മുടെ നാട്ടില് കുഞ്ഞു കുഞ്ഞു സർപ്പക്കാവുകളുണ്ട്. ഓരോ ഗ്രാമപ്രദേശത്തും ഒരു കുപ്പി എണ്ണ മേടിക്കാൻ കഴിവില്ല. വർഷത്തിലൊരിക്കൽ തളിച്ചുകൂടെ നടത്താൻ പോലും ത്രാണിയില്ലാത്ത സർപ്പക്കാവുകൾക്ക് കിട്ടണം ഈ ധനസഹായം. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ ആദ്യം 2010 ശ്രീ ബിനോയ് വിശ്വം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ്, അന്ന് അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ആവശ്യപ്പെട്ടത്. കാവ് സംരക്ഷിക്കാൻ വനം വകുപ്പിൽ നിന്നും ഫണ്ട് വേണം എന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് 2010 ആദ്യമായിട്ട് കാവ് സംരക്ഷിക്കാനായിട്ട് സംസ്ഥാനമുടനീളം ഫണ്ടുകൾ ഏർപ്പെടുത്തിയത്. നിലവിൽ നമുക്കിപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഓരോ ജില്ലയിലും അതെങ്ങനെയാണ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇതിന്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അങ്ങനെ സർപ്പക്കാവിന് എത്ര ഡിപ്പാർട്ട്മെന്റ് വന്നു? റവന്യൂ വകുപ്പ്, പുരാവസ്തു വകുപ്പ്, വനം പരിസ്ഥിതി വകുപ്പ്. കേട്ടോ, ഇപ്പൊ തന്നെ 3 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അതിൽ ഇൻവോൾവ് ആയി. ഇനി പാമ്പെന്ന് പറയുന്നത് എന്തുവാണ്? വന്യജീവിയാണ്. പാമ്പ് കഴിച്ചാൽ ചത്തുപോകും. നമ്മൾ വന്യമൃഗത്തെയും കൂടെ ഇക്കൂട്ടത്തിൽ സംരക്ഷിക്കുക. നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന കാര്യമാണ്. വന്യമൃഗമാണ് പാമ്പ്. അതായത് വന്യമൃഗ സംരക്ഷണ നിയമത്തിന്റെ ആർട്ടിക്കിൾ 8 എന്ന് പറയും, റെഡ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന പാമ്പുകൾ വരെ സർപ്പക്കാവിലുണ്ട്. ഇരുതലമൂരിയെ പിടിച്ചാൽ എന്തുകൊണ്ടാണ് പോലീസ് പിടിക്കുന്നത്? വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചേരയെ തല്ലിക്കൊന്നാൽ അതിനും കേസായിട്ട് ഇവിടെ ചേര നാമാവിശേഷമായിക്കൊണ്ട് ഒരു ചേരയെ തല്ലിക്കൊന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ നമ്മളത് കണ്ടാ. ചേര എല്ലാവരും തല്ലിക്കൊന്നു, നിരുപദ്രവകാരിയായ ഒരു ജീവിയാണ്. ചേരയെ കൊന്നപ്പോ എന്താ സംഭവിച്ചത്? ചേരയുടെ മെയിൻ ഒരു ഭക്ഷണമുണ്ട്, എലി. എലി പെരുകി
എലിപനിക്കപ്പോ എന്ത് സംഭവിച്ചു? എലിപ്പനിയുടെ രൂപത്തിൽ ഇത് നമ്മളെ തന്നെ ബാധിച്ചത് കണ്ടോ? വന്യമൃഗ സംരക്ഷണ വകുപ്പിൽ നിന്നും സർപ്പക്കാവുള്ള കുടുംബത്തിന് ധനസഹായം കിട്ടാൻ അർഹതയുണ്ട്. ഇത് നമ്മള് ഗവൺമെന്റിന് ബോധ്യപ്പെടുത്തി കൊടുക്കും. എത്ര ഒരു സർപ്പക്കാവുമായിട്ട് ബന്ധപ്പെട്ട എത്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. തീർന്നില്ല. സർപ്പക്കാവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സാംസ്കാരിക ചടങ്ങുകളുണ്ട്. പുള്ളുവൻ എന്നൊരു ജാതി തന്നെ ഉണ്ടായിട്ടുണ്ട്. നായരും ഈഴവനും ബ്രാഹ്മണനും വിശ്വകർമ്മനും ഒക്കെ ഉണ്ടായ കൂട്ടത്തിൽ തന്നെ ഉണ്ടായതാണ് ഈ പുള്ളുവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതി സമ്പ്രദായം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സർപ്പക്കാവുകൾ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അത്ര പുരാതനമാണ് ഈ സർപ്പക്കാവ്.